ക്യാമ്പസിലെ പ്രിയപ്പെട്ട പാട്ടുകാരനാണ് സുഭാഷ്. കഴിഞ്ഞ സീസോൺ ഇന്റർസോൺ കലോത്സവത്തിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട പാട്ടുകാരനാണ് സുഭാഷ്. നല്ലൊരു കൈയടി കൊടുക്കാം സുഭാഷിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ ഹൃത്തിക് നല്ലൊരു കൈയടി കൊടുക്കാം. ഹൃത്തിക് ഒരുപാട് സ്നേഹമുണ്ട്. എന്തായാലും ഹൃത്തിക്കിന്റെ നാട്ടിലാണ് നമ്മുടെ പരിപാടി. ഹൃത്തിക് എല്ലാ പരിപാടികൾക്കും നമ്മളൊപ്പം പ്രിയപ്പെട്ട കൂടുന്ന പെരിന്തൽമണ്ണക്കാരനാണ് ഹൃത്തിക് ഇവിടെ SC പ്രൊമോട്ടറായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് പോകുന്ന പ്രിയപ്പെട്ട കലാകാരൻ. ഞാൻ പറഞ്ഞ ഓരോ ഗ്രാമത്തിനും ഓരോ പ്രിയപ്പെട്ട കലാകാരന്മാരുണ്ടാവും. അങ്ങനെ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മുടെ പണ്ട് സംഘത്തിലേറെ പ്രിയപ്പെട്ട പാട്ടുകാരനാണ്. നല്ലൊരു കൈയടി കൊടുക്കുക നാടിൻ്റെ കലാകാരന്. നല്ലൊരു കൈയടി കൊടുക്കുക. ഒരുപാട് സ്നേഹത്തോടെ ഹൃത്തികിനെ പരിചയപ്പെടുത്തട്ടെ. അടുത്തതായിട്ട് നിലീഷ് നല്ലൊരു കൈയടി കൊടുക്കാം. നിലീഷ് കിഴിശ്ശേരിക്കാരനാണ്. കിഴിശ്ശേരി എല്ലാവർക്കും അറിയാം. അരീക്കോടൊക്കെ അടുത്തുള്ള കിഴിശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടെയാണ് താമസിക്കുന്നത്. സീസോൺ ഇന്റർസോൺ കലോത്സവങ്ങളും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പാട്ട് പാട്ട് പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് നിലീഷ് നല്ലൊരു കൈയടി കൊടുക്കാം. നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് ശ്രീഹരിക്ക് നല്ലൊരു കൈയടി ആയിക്കോട്ടെ. ശ്രീഹരി മഞ്ചേരിക്കാരനാണ്. മഞ്ചേരി ശ്രീഹരിയുടെ അച്ഛൻ പ്രശാന്ത് ഏട്ടൻ, ശ്രീഹരി മങ്ങാട്ട് എന്നാണ് പേര്. ശ്രീ ഒരുപാട് പാട്ടുകൾ, ഇതുപോലെ തന്നെ പാട്ടുകാരൻ എന്നതിനൊപ്പം തന്നെ ഒരുപാട് ക്ലാസ്സുകൾ, ശില്പശാലകൾ, വർക്ക്ഷോപ്പുകളൊക്കെ എടുക്കുന്ന ഒരാളാണ്. ക്ലാസ് എടുക്കുന്ന ഒരാൾ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ശ്രീഹരിയെ പരിചയപ്പെടുത്തട്ടെ. നല്ലൊരു കൈയടി കൊടുക്കാം. നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. അടുത്തായിട്ട് ജിബിന് നല്ലൊരു കൈയടിയാവാം. ഏറെ സ്നേഹത്തോടെ ജിബിനെ പരിചയപ്പെടുത്തണേ. മുണ്ടമ്പ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കിഴിശ്ശേരിക്ക് അടുത്ത്, അവിടെയാണ് താമസിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ട പാട്ടുകാരൻ. സ്കൂൾ കലോത്സവ വേദിയിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ജിബിനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തണേ. അടുത്തായിട്ട് ബിനൂബിന് നല്ലൊരു കൈയടിയാവാം. ബിനൂബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MPEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PT മാഷാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൈയടിയാവാം. ഏറെ സ്നേഹത്തോടെ ബിനൂബിനെ പരിചയപ്പെടുത്തട്ടെ. അടുത്തായിട്ട് സുധീഷ് നല്ലൊരു കൈയടി കൊടുക്കാം. സുധീഷ് നല്ലൊരു കൈയടി ആയിക്കോട്ടെ എല്ലാവരും. ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന പന്തം എന്നുള്ളൊരു സിനിമയില് പാട്ട് പാടിയ ഒരാൾ കൂടിയാണ് സുധീഷ്. ഒതുക്കുങ്ങൽക്കാരനാണ് മലപ്പുറം ജില്ലയിലെ. ഏറെ പ്രിയപ്പെട്ട സുധീഷിനെ പരിചയപ്പെടുത്തട്ടെ. നല്ലൊരു കൈയടി കൊടുക്കാം. ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. അടുത്തത് നീരജിനൊരു കൈയടി കൊടുക്കാം. നീരജ് ഇപ്പൊ നിലവില് മഹാരാജാസ് കോളേജിൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴിശ്ശേരിക്കാരനാണ്. ഏറെ പ്രിയപ്പെട്ട പാട്ടുകാരനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. അടുത്തായിട്ട് ഞങ്ങളുടെ മാഷിനെ പരിചയപ്പെടുത്തട്ടെ. ഷിജിനേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കാം. ഷിജിൻ മാഷ് ഗുഡ്വിൽ സ്കൂളിൽ ഒരു മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഒരു നാടക പ്രവർത്തകനാണ്. നല്ലൊരു പാട്ടുകാരനാണ്. വാദ്യോപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരാൾ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തണം. നല്ലൊരു കൈയടി കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ളത്, ഒരു പക്ഷേ സീമനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരത്തെ വന്നവരായിരിക്കും പലരും. ഭക്ഷണമൊന്നും കഴിക്കാതെ ഏകദേശം ഒപ്പം നിൽക്കുന്നവർക്ക് നമുക്ക് അറിയുന്നതാണ് പല വേദികളിലൊപ്പം ഒപ്പം നിന്ന് ഡാൻസ് കളിച്ച് ഒപ്പം കൂടി കൈയടിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ ഏറെ നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ലൈറ്റും സൗണ്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് കിഴിശ്ശേരി ഇവൻസ്, അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. ആ ടീമിന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ ലൈറ്റും സൗണ്ടൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്യുന്ന LED വാളി ചെയ്യുന്ന പ്രിയപ്പെട്ട ഏട്ടന്മാർക്ക്. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ മിക്സിങ്ങും പരിപാടികളും നമ്മുടെ അക്കോസ്റ്റിക് സാധനങ്ങളൊക്കെ ചെയ്തത് ഏറെ പ്രിയപ്പെട്ട അഫ്സലിക്കാണ്. കൺസോളിലുണ്ട്. നല്ലൊരു കൈയടി കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അഫ്സൽക്ക് മഞ്ചേരിക്കാരനാണ്. ഏറെ സ്നേഹത്തോടെ അഫ്സലിക്ക് പരിചയപ്പെടുത്തട്ടെ. പിന്നെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരെ പറയണം. ഇവിടെ പെരിന്തൽമണ്ണയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പേര് അതുൽ എന്നാണ്. മഞ്ചേരിക്ക് അടുത്ത് ചെറിയൊരു ഗ്രാമമാണ് നറുകര എന്ന് പറയുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. നറുകര കൈ വെറുതെ ഇതൊക്കെ അവിടെ തിരിച്ചു കൊടുക്കാനുള്ളതാണ് അവസാനം. മഞ്ചേരിക്ക് അടുത്ത് ചെറിയൊരു ഗ്രാമമാണ് നറുകര എന്ന് പറയുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. നറുകര എന്നുള്ളത് വീട്ടുപേരാണോ അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും എന്താണ് നറുകര എന്ന് ചോദിക്കും. നാട്ടിൽ ഒരുപാട് പാട്ടുകാരുണ്ടെങ്കിലും പേരിന് അവസാനം അവരൊന്നും നറുകര എന്ന് വെക്കില്ല. അവർക്ക് മഞ്ചേരി എന്ന് മലപ്പുറം എന്ന് വയ്ക്കും. കാരണം എന്താ, പെട്ടെന്ന് മനസ്സിലാവാതല്ലേ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു പാട്ടുകാരനാവുന്ന സമയത്ത്, കുറച്ചാളെങ്കിലും അറിയപ്പെടുന്ന സമയത്ത് സ്വന്തം ഗ്രാമത്തിന്റെ പേര് തന്നെ പേരിന് അവസാനം കൂട്ടിച്ചേർക്കണമെന്നുള്ളത്. ഏറെ അഭിമാനത്തോടെ പറയട്ടെ, സ്വന്തം പേര് തിരിച്ചറിയുന്നത് എവിടെയാണെന്നെങ്കിൽ പോലും നറുകര എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പേര് പറഞ്ഞ കഴിഞ്ഞ ദിവസം ബാക്കിയുള്ള സ്ഥലങ്ങൾ UK-യിലായാലും ബാക്കി യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ മൈക്കിലൂടെ ഗ്രാമത്തിന്റെ പേര് ആദ്യമായിട്ട് അവിടെയൊക്കെ ചെവിയിൽ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. നമ്മുടെ പേരിനോടൊപ്പം തന്നെ സ്വന്തം ഗ്രാമത്തിന്റെ പേര് തന്നെ കേൾക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ പെരിന്തൽമണ്ണയ്ക്ക് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പാട്ട് പഠിച്ച ആളൊന്നുമല്ല. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ പാട്ട് പാടണമെന്നുള്ളതും ഇത്തരത്തിൽ പല വേദികളിലേക്ക് എത്തണമെന്നുള്ളതും വലിയൊരു ആഗ്രഹത്തിൽ യാത്ര ചെയ്ത മനുഷ്യനാണ്. വലിയൊരു ആഗ്രഹം ഒപ്പം ഉണ്ടാകുമ്പോൾ അതിന് നിറവേറ്റാൻ ഒരുപാട് മനുഷ്യരും ഇതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. മഞ്ചേരി NSS കോളേജിലാണ് ഞാനും പഠിച്ചത്. ശേഷം കാലിക്കറ്റ്
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു PG ചെയ്തിരുന്നത്. PG MA ഫോക്ലോറുകാരനായിരുന്നു. 2018-19 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിരുന്നു. അത്തരത്തിൽ പാട്ടും പറച്ചിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഒരുപാട് സിനിമകൾ പാടി വെച്ചത് ഇനി ഇറങ്ങാനുണ്ട്. അപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാലാപ്പള്ളി പാടാതെ പോലെ ഞാൻ ഉറപ്പാണ്. എന്തായാലും ഞാൻ പറഞ്ഞതാണല്ലോ ആദ്യം, എന്തായാലും പാടിയിട്ട് അവസാനം പോവുള്ളൂ. അത്തരത്തിൽ നമ്മളെ പാട്ടിനൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം. അടുത്ത ദിവസങ്ങളിലൊക്കെ പാലക്കാടിൻ്റെ മണ്ണിലാണ് നമ്മളും സീമിൻ്റെ കൂടെ തന്നെ ചിറ്റൂരും അതുപോലെ തന്നെ അടിമാലിയും ഇടുക്കിയിലും ആലപ്പുഴയിലും പല സ്ഥലങ്ങളിലും നമ്മുടെ പാട്ടുയാത്രകളിലും ഒപ്പമുണ്ട്. ഒപ്പം തന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനത്തെ ഒരു പാട്ടിലൂടെ നമുക്ക് നിർത്താം. റെഡിയല്ലേ? ഒരു